ഹലോ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ മേജർ പേപ്പറായ ലാംഗ്വേജ് ഇൻ ആക്ഷനിലെ യൂണിറ്റ് 1 ലാംഗ്വേജ് പ്രാക്ടീസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ ആണ്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി രൂപീകരിക്കാനും സോഷ്യൽ പ്രാക്ടീസിനും ഒക്കെയുള്ള ലാംഗ്വേജിൻ്റെ പങ്ക് എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാംഗ്വേജ് ഫങ്ഷൻ ആസ് എ സെൻട്രൽ മീഡിയം. ലാംഗ്വേജ് ഒരു മെയിൻ ടൂളാണ് അല്ലേ? കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒക്കെ ലാംഗ്വേജ് ആണ് മെയിൻ ടൂൾ. ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹ്യൂമൻ ഇൻട്രാക്ഷൻ അവിടെ എഫക്റ്റീവ്ലി നടക്കില്ല. ഇനി എന്തിലൊക്കെയാണ് ലാംഗ്വേജ് ഡീപ്പായിട്ട് പതിഞ്ഞിരിക്കുന്നത്? കൾച്ചറൽ നോംസ് മീൻസ് സാംസ്കാരിക മാനദണ്ഡങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അതായത് സ്ഥാപന ഘടനകളിലെയും അതുപോലെ പവർ ഡൈനാമിക്സ് അധികാര തന്ത്രങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൾച്ചറൽ നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് പവർ ഡൈനാമിക്സിലൊക്കെ ലാംഗ്വേജ് ഡീപ്പായിട്ട് എംബഡഡ് മീൻസ് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് മീഡിയേറ്റ്സ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ അല്ലേ? ലാംഗ്വേജ് പീപ്പിളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ബൈ ഷേപ്പിംഗ് നോട്ട് ഓൺലി വാട്ട് മേ ബി എക്സ്പ്രസ്ഡ് ലാംഗ്വേജ് ആളുകൾ എന്താണ് പറയാവുന്നത് എന്ന് മാത്രമല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കൾച്ചറൽ ഓർ സോഷ്യൽ നോംസ് ബട്ട് ഓൾസോ ഹൗ, വെൻ ആൻഡ് ബൈ ഹൂം. അതെങ്ങനെ, എപ്പോൾ, ആരാണ് പറയേണ്ടതെന്നും പറയുന്ന രീതിയും സമയവും പറയേണ്ട വ്യക്തി എന്നിവയും ഭാഷ തീരുമാനിക്കുന്നുണ്ട് അല്ലേ? അതായത് ലാംഗ്വേജ് ആളുകൾക്കിടയിലുള്ള ഒരു സെൻട്രൽ മീഡിയം, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സെൻട്രൽ മീഡിയമാണ്, ഒരു സെൻട്രൽ ടൂളാണ് അല്ലേ? Practices such as greeting rituals, academic discourse, political rhetoric, and digital communication are linguistically constituted and governed by context-specific conventions. അതായത് ദ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, നമ്മൾ സംസാരിക്കുന്ന വേസ് ലൈക്ക് ഗ്രീറ്റിംഗ്സ്, അക്കാഡമിക് ടോക്സ്, പൊളിറ്റിക്കൽ സ്പീച്ചസ് ആൻഡ് ഓൺലൈൻ മെസ്സേജസ്, ഭാഷാ സംബന്ധമായിട്ടുള്ള ഈ ഒരു ഘടനകളിലൊക്കെ തന്നെ ലാംഗ്വേജ് രൂപം കൊള്ളുന്നുണ്ട് അല്ലേ? കൂടാതെ ഒരുപാട് സിറ്റുവേഷൻ അനുസരിച്ച് സ്പെസിഫിക് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് ലാംഗ്വേജ്. Thus, language operates simultaneously as a mirror of social structures and as a tool for organizing them. Through its strategic use, individuals navigate institutional roles, reinforce or subvert social norms, and position themselves relationally, rendering language a fundamental mechanism in the performance and perpetuations of social order. ലാംഗ്വേജ് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ യൂസിലൂടെ ആളുകൾ സ്ഥാപനങ്ങളിലുള്ള റൈറ്റൊക്കെ, അവകാശങ്ങളൊക്കെ നിലനിർത്തുകയും സാമൂഹിക നിബന്ധനകൾ പിന്തുടരുകയും അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായ വ്യത്യാസം മറ്റുണ്ടെങ്കിൽ തന്നെ അത് ചോദ്യം ചെയ്യാനും ലാംഗ്വേജ് സഹായിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് ഒരാൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളത് പറയില്ലേ? അതിനൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മളതിൻ്റെ ചോദ്യം ചെയ്യാനും ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്നുണ്ട് അല്ലേ അവിടെ? ഇപ്പോൾ നമ്മുടെ വിഷമങ്ങളും ഹാപ്പിനെസ്സും ഒക്കെ, നമ്മുടെ എല്ലാ ഇമോഷൻസുകളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ലാംഗ്വേജ് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഭാഷ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപകരണമാണല്ലേ? അതാണ് ഈ ഒരു പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. Language serves as a symbolic resource in the process of identity formation, through which individuals and groups construct, articulate, and negotiate their social identities. Linguistic practices including accent, code switching, lexical choice, and narrative forms index a wide range of identity markers such as ethnicity, gender, socioeconomic status, age, and professional affiliation. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ലാംഗ്വേജ് വ്യക്തികളുടെ അല്ലെങ്കിൽ ആളുകളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു നമ്പറിൽ നിന്നും കോൾ വരുവാണെങ്കിൽ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്താൽ അറിയാൻ പറ്റില്ലേ അപ്പുറത്ത് സംസാരിക്കുന്നത് മീൻസ് ഒരു സ്ത്രീയാണോ പുരുഷനാണോ, അതുപോലെ സൗണ്ടിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച് അവരുടെ പ്രായമായവരുടെ സൗണ്ടും ഒരു ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകളുമൊക്കെ സൗണ്ടിൽ മാറ്റമുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? ഇൻക്ലൂഡ് ആക്സെൻറ്റ് മീൻസ് റീജിയണൽ ഓർ നാഷണൽ ഐഡൻറ്റിറ്റി അല്ലേ? അവരുടെ നാഷൻ ഏതാണ്, അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്നനുസരിച്ച് നമുക്ക് അവരുടെ നാഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
കോഡ് സ്വിച്ചിങ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാതൃഭാഷ വരും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. കോഡ് സ്വിച്ചിങ്ങിലൂടെ എന്ന് പറയുന്നത് ലാംഗ്വേജിന് അവരുടെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ലെക്സിക്കൽ ചോയ്സ് മീൻസ് ഒരു ലോയർ ഇപ്പോൾ ഒരാളുമായി യൂഷ്വൽ ടോക്ക് ആണെങ്കിലും അവർക്ക് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ സ്ഥിരം സംസാരിക്കുന്ന ലാംഗ്വേജ്, അതായത് ഇപ്പോൾ ഒരു വക്കീലിനെ സംബന്ധിച്ച് കേസ് എന്നൊക്കെ എപ്പോഴും പറയുന്ന വേർഡ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മറ്റൊരാളോട് കോമൺ ആയിട്ട് സാധാ പോലെ സംസാരിക്കുകയാണെങ്കിലും അങ്ങനത്തെ ചില കാര്യങ്ങൾ കയറി വരും, അങ്ങനത്തെ ചില വേർഡ്സ് കയറി വരും. അതിനെയാണ് ഈ ലെക്സിക്കൽ ചോയ്സ് എന്ന് പറയുന്നത്. അതും ഒരാളെ ഐഡൻറ്റിറ്റിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആളുകളുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ ലാംഗ്വേജ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ഈ ലെക്സിക്കൽ ചോയ്സ് ഒക്കെ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലാംഗ്വേജ് അവിടെ യൂസ് ആകുമ്പോഴാണ് ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോഴാണ് നമുക്ക് ആ ആളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ പറ്റുന്നത്. As demonstrated in social linguistic scholarship, language use is deeply implicated in process of alignment, differentiation and social recognition. അതായത് നമ്മൾ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന എബിലിറ്റിക്ക് ആ കഴിവിനനുസരിച്ചാവും സൊസൈറ്റി നമ്മുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുക. സംസാരത്തിലൂടെ നമ്മളൊരാളെ സ്വഭാവം, ഐഡൻറ്റിറ്റി ഒക്കെ മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Speakers may employ non-standard or vernacular form to signify belonging with a specific community or conversely adopted standard varieties to disassociate from marginalized identities. Vernacular means നമ്മുടെ എവറിഡേ ലാംഗ്വേജ്, നമ്മുടെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നതാണ് ഈ വെർനാക്കുലറിൻ്റെ മീനിങ്. അതാണ് കേട്ടോ. ചില ആളുകൾ സംസാരിക്കുമ്പോൾ പ്രാദേശിക ഭാഷ, നമ്മുടെ എവറിഡേ ലാംഗ്വേജ്, അവരുടെ നാട്ടിൻപുറ ശൈലികൾ കൊണ്ടുവരാറുണ്ട് അല്ലേ. ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവാറില്ലേ. അത് അവരുടെ ആ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ്ങിങ് മീൻസ് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലേ. എന്നാൽ ചില ആളുകളോ ആ ഒരു മാർജിനലൈസ്ഡ് ഐഡൻറ്റിറ്റി മാറ്റി വെച്ച് ഒരു ഫോർമൽ സ്റ്റാൻഡേർഡിലൂടെ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. മീൻസ് എല്ലാവർക്കും മനസ്സിലാവുന്ന എല്ലാവരുടെയും സ്ലാങ് ഒരുപോലുള്ള ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കാറുണ്ട്. ചിലർ സ്പെസിഫിക് കമ്മ്യൂണിറ്റി, അവർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും അങ്ങനെയും സംസാരിക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, നമുക്കൊരാളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലാംഗ്വേജിലൂടെയാണ് ഇത് തിരിച്ചറിയുന്നത് അല്ലേ. Language in this regard is performative in nature. It not only reflect identity but actively constitute it through iterative and socially situated acts of communication. Identity, therefore, is not a static attribute but an ongoing discursive practice enacted through language. ലാംഗ്വേജ് എന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്ന് മാത്രമല്ല, ലാംഗ്വേജിലൂടെ നമ്മുടെ ഐഡൻറ്റിറ്റി നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ, ഒരു വേദിയിൽ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മളെ തിരിച്ചറിയാൻ പറ്റും അല്ലേ. നമ്മുടെ സംസാരത്തിലൂടെ ആവാം ആ ആളുകൾ മുഴുവനും നമ്മുടെ ഐഡൻറ്റിറ്റി വിലയിരുത്തുകയാണ്. അതിനാൽ തന്നെ തിരിച്ചറിയുക എന്നത് സ്ഥിരതയുള്ള ഒന്നല്ല. ഭാഷ യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നൊരു പ്രോസസ്സാണ് ഈ പറയുന്നത്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താനും സോഷ്യൽ പ്രാക്ടീസിനും ലാംഗ്വേജ് എത്രത്തോളം പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ടെന്ന് നമ്മൾ പഠിച്ചു. ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടെന്ന് നമ്മൾ ഈ ഒരു പോർഷൻ നോക്കിയിട്ടുണ്ട്. ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ, മീഡിയ ആൻഡ് പോളിസി ഡോക്യുമെൻറ്റ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും.